വെൽക്കം ടു ട്രൈഡു. ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിൽ വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് ചെറിയ രീതിയിലൊന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ചും കൂടി താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ്. ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവല് ഈ ഒരു ലെവലും കൂടിയാണ്. അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ് ചെയ്യാൻ ന്യൂസ് വേണമെന്നില്ല. അതൊന്ന് നോട്ട് ചെയ്യാം. ഇനി ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് ഫില്ലിംഗ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ വീക്കിലി അനാലിസിസിൽ ഈ ഒരു കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പ് ഫില്ലിംഗ് നടക്കുമെന്നുള്ളത്. ആ ഗ്യാപ്പ് ഫില്ലിംഗ് നടന്നിട്ടുണ്ട്. ഇനി അതിന്റെ താഴെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം. താഴെ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യത്തെ സപ്പോർട്ട് പ്രൈസ് 3217.541 ആൻഡ് 3197.987. അടുത്ത സപ്പോർട്ട് 3253.389 ആൻഡ് 3234.161. അതുപോലെ നെക്സ്റ്റ് സപ്പോർട്ട് 3294.125 ആൻഡ് 3276.853. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് വരുന്നത് 3347.898 ആൻഡ് 3328.996. അടുത്തത് 3384.072 ആൻഡ് 3364.844. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇതിന്റെ മുകളിൽ ഏരിയാസ് ഉണ്ട്. അതായത് ഈ കാണുന്ന ലെവലിന്റെ മുകളിൽ ഏരിയാസ് ഉണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഇന്ന് വലിയൊരു മൂവ്മെന്റ് അങ്ങോട്ട് തരാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇനി എൻട്രി സാധ്യതകൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഒരുപക്ഷെ കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഒരുപക്ഷെ രണ്ടു വിധത്തിലായിരിക്കും വരുന്നുണ്ടാവുക. ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ലെവലിലേക്ക് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു നല്ലൊരു കൺഫർമേഷൻ എടുത്തിട്ടായിരിക്കും ഈ ലെവലിലേക്ക് വരുന്നുണ്ടാവുക. ഈ ലെവൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു റെഫ്യൂജിയും കൂടിയും കിടക്കുന്നുണ്ട്. അതിലേക്ക് വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെ ഒരുപക്ഷെ മുകളിലേക്ക് പോയിട്ട് കുറച്ചും കൂടി മുകളിലോട്ട് പോയിട്ട് ഒന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ലെവലിലേക്ക് എത്താം. അല്ലെങ്കിൽ തന്നെ ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിലും ഈ ലെവലിലേക്ക് എത്താം. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയ ഏരിയ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് താഴെ ഇറങ്ങിയ സപ്പോർട്ട് ലെവലിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കുന്നതാണ്. ഇനി ഈ ഒരു സപ്പോർട്ട് ലെവൽ കുറച്ചും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത വീണ്ടും ഉണ്ട്. അത് ഈ ലെവൽ വരെയാണ്. ഈ ലെവലിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് എത്താം. അതുപോലെ തന്നെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ സെനാരിയോയിൽ മാർക്കറ്റ് ചിലപ്പോൾ ഇവിടെ നിന്നും സപ്പോർട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ കയറി പോവാം. ഇതെല്ലാം സെല്ല് പ്ലസ് ബൈ കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. താഴേക്കൊരു സെല്ലും പ്ലസ് ബൈയും കൂടിയാണ്. ഇനി ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് പോയി, അതായത് നല്ല രീതിയിലൊന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒന്നുകൂടിയും താഴോട്ടേക്ക് ഇറങ്ങാം. താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഒരു സപ്പോർട്ട് എടുത്ത് മുകളിൽ ചിലപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാം. എന്നിട്ടൊരു സഡൻ ബ്രേക്ക് തന്നിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് 3400 ആൻഡ് 3450 ഒക്കെയാണ്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3500, അതായത് ഓൾ ടൈം ഹൈയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അത് ഇന്ന് എത്തുമെന്നുള്ള കാര്യം സംശയമാണ്. പക്ഷെ എന്നിരുന്നാലും ഒന്ന് നമ്മൾ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്.
അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് പറയുന്നത്. കീ ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ സിനാരിയോ എല്ലാം അതുപോലെ തന്നെ കൃത്യമായി വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷെ എന്നാലും ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് റിയാക്ഷനോ റിജക്ഷനോ തരാനുള്ള സാധ്യത ഉണ്ട്. അതിന് ഒരു കൺഫർമേഷനോട് കൂടി മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.